ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ ഭയാനകമായ രോഗമാകട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിരാശയാർക്കം നിറയുമോ, നിരാശയാർക്കം നിറയുമോ? വിശ്വാസിക്ക് നിരാശയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഅസൂന മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ. നിരാശ ജീവിതത്തിൽ വെക്കല്, ജീവിതത്തിൽ നിരാശ വെക്കല് അത് മുഅ്മിനിന്റെ അടയാളമല്ല, അത് ഈമാനുള്ളവന്റെ അടയാളമല്ല, അത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല, മരണവും പരലോകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല. ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്നു പോകുന്നത്, ആശ അറ്റുപോകുന്നത്, അത് സത്യനിഷേധിയുടെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന്റെ ഗുണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, രോഗങ്ങളില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസമുള്ളവരാ. ഒരിക്കലും അല്ലാഹുവിനെ കുറ്റം പറയരുത്, ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എത്ര ഭയാനകമായ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ നിരാശരാകല്ലേ. വിവാഹം കഴിഞ്ഞ് 10 വർഷം 15 വർഷമായിട്ട് മക്കളില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെങ്ങള്, പടച്ചവരെ ഒരുപാട് പേരുണ്ടല്ലോ, 20 വർഷം 25 വർഷമായിട്ട് മക്കളില്ലാത്തവർ. പടച്ചവനെ അവര് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? എല്ലാ മരുന്നുകളും കടിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കടിച്ചു, പച്ചമരുന്ന് കടിച്ചു, എല്ലാ മരുന്നുകളും കടിച്ചവര് പറയുന്നത് എന്തെന്നറിയുമോ? പ്രായമായില്ലേ, ഇനി മക്കളുണ്ടാകില്ലല്ലോ. ജീവിതത്തിൽ നിരാശയാ, ജീവിതത്തിൽ നിരാശയാ. മക്കളില്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, മക്കളില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ വരരുത്, നിരാശ വരരുത്. നിരാശ വന്നാൽ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് നഷ്ടപ്പെടുകയാ. ജീവിതത്തിൽ നിരാശ വന്നാൽ ഒരു മുസ്ലിമിന് നിരാശ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന് നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? പാടില്ല. എന്തിനാ നമ്മൾ നിരാശപ്പെടേണ്ടത്? നമ്മൾ എന്തിനാ നിരാശപ്പെടേണ്ടത്? ഏതെങ്കിലും ഒരെണ്ണം പറ. നമ്മൾ എന്തിനാ ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വന്ന നിരാശപ്പെടണോ? ആര് മാറ്റിത്തരും കടം? നിനക്ക് ജോലിയില്ലെങ്കിലും, നിനക്ക് കച്ചവടമില്ലെങ്കിലും, നിനക്ക് കുടുംബ സ്വത്തില്ലെങ്കിലും നിന്റെ കാര്യം അല്ലാഹു നോക്കാമെന്ന് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചു, 10 കൊല്ലമായി, 15 കൊല്ലമായി, എല്ലാ മരുന്നും കഴിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹോസ്പിറ്റലുകൾ മുഴുവനും കയറിയിറങ്ങി. എല്ലാവരും പറയും അവിടെ ഒരു ഡോക്ടറുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്, അടൂരുണ്ട്, കാസർഗോഡുണ്ട്, എല്ലായിടത്തും പോയി ചികിത്സിച്ചു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു കൊടുങ്ങല്ലൂരുണ്ട്, പച്ചമരുന്നുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അവിടെ നടന്നു, ഹോമിയോ നോക്കി, എല്ലാം നോക്കി. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം അവർക്ക് തന്നെ മനസ്സിലറിയാം, ഇനി മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല, ഇനി മക്കളൊന്നും ഉണ്ടാകില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ആദ്യം ജീവിതത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ട ഒന്നാമത്തെ പാട്, ജീവിതത്തിൽ നിന്ന് നിരാശ മാറണം. നിരാശ പാടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിരാശ പാടില്ല. അത് അള്ളാഹുവിനെ വിശ്വസിക്കാത്തവൻ്റെ അടയാളം, അവൻ്റെ ഗുണമാണെന്ന് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദെ, ഒരുപാട് കൊല്ലമായി ഉസ്താദെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, സർവ്വ ജോലിയും ചെയ്തു, വീടില്ല, വാടക വീട്ടില്ല. അല്ലാഹ് തരും,
അള്ളാഹു വീട് തരും, ഇന്നല്ലെങ്കിൽ നാളെ. ജോലിയില്ലേ, അള്ളാഹു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കും, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസത്തിൻ്റെ നടുവിലാണെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹ് അന്നം തരുന്നില്ലേ, നമുക്ക് പട്ടിണി ഇടുന്നില്ലല്ലോ. നമ്മുടെ എത്ര പേരാ പട്ടിണി കിടക്കുന്ന? കൊറോണ വന്നിട്ട് എത്രയോ ദിവസം ജോലിക്ക് പോയില്ല, പട്ടിണി കിടന്ന എത്ര പേരാ ഉള്ള ഈ കൂട്ടത്തിൽ? എന്താ നാസറണ്ണെ, എന്താ വയറിങ്ങിൻ്റെ മോനെ, പമ്പിങ്ങും വയറൊക്കെ എന്താ സജീവൻ, എന്താ നിങ്ങൾ സജീവൻ, ഷാജിക്ക, എത്രയൊക്കെ പായിപ്പാട് കിടന്നിട്ടും മൂന്നാറി വരെ പോയില്ലേ നിങ്ങൾ? എടാ, ജോലി ഉണ്ടോ ഇല്ലേ എന്നല്ല, കടയിൽ കച്ചവടം ഉണ്ടോ ഇല്ലേ എന്നല്ല, അള്ളാഹു നമുക്ക് റിസ്ക് തരുന്നുണ്ട്. റബ്ബ് നമ്മളെ പട്ടിണി കിടുന്നില്ല, നമ്മൾ എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് ജീവിതത്തിൽ നിരാശ പാടില്ല. ഈമാനുള്ളവൻ നിരാശ അവൻ്റെ ജീവിതത്തിലില്ല. ഈമാൻ ഇല്ലാത്തവനാണ് നിരാശ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നിരാശ ജീവിതത്തിൽ പാടില്ല. അതുകൊണ്ട് നാം പഠിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ജീവിതത്തിൽ നിരാശ പാടില്ല. അത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ സ്വഭാവമാണ്, അവരുടെ അടയാളമായിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്. മഹാനായ ശൈഖ് ഇബ്നു ഖുദൈം റഹ്മഹുല്ലാ പറയുകയാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ വെക്കൽ വൻപാപങ്ങളിൽ പെട്ടതാ. ഇനി പടച്ച റബ്ബ് നമ്മളെ സഹായിക്കില്ലല്ലോ, അള്ളാഹു കൈവിട്ടല്ലോ എന്ന് പറയുന്നവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഒരു ഇൽമു പഠിച്ചോ, ഇനിയെങ്കിലും ഒരു അറിവ് പഠിച്ചോ. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അള്ളാഹു ഗഫൂറാ, അള്ളാഹു റഹീമാ. സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്ക്, അർ റഹ്മാനിർ റഹീം.